ചേട്ടൻ്റെ ഇമേജിനെ ഏതെങ്കിലും രീതിയിൽ ഒരു ബാഡായിട്ട് ചിത്രീകരിച്ചായിട്ട് പിന്നീട് ഷോ കണ്ടപ്പോൾ തോന്നി. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ പുള്ളിക്ക് ഇങ്ങനെ ഒരു ക്ഷണം ഇങ്ങോട്ട് വരികയുണ്ടായത്ര പുള്ളി അത് നിരസിക്കാനുണ്ടായതെന്ന് പറഞ്ഞു. റീസൺ ചോദിച്ചപ്പോൾ ഈ ഷോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഒരു മോശം കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ നാളെ അത് എൻ്റെ ബിസിനസ്സിനെയും എൻ്റെ ബാക്കിയുള്ള ലൈഫിനെയും ഒക്കെ ബാധിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എക്സ്പോഷർ മാത്രമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ബിഗ് ബോസിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം ലോകത്ത് വരില്ല. പക്ഷെ നിങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ നിങ്ങളെ കണ്ടുടനെ ഇവനെ വില്ലനാക്കാൻ ആരും തീരുമാനിക്കില്ല. നമ്മളെ സ്വന്തം കണ്ണാടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബാക്ക് ലോഗ്. എന്റെ ഇന്നലത്തെ ലോഗ് എടുത്താൽ എനിക്കറിയാം ഞാൻ എത്ര വൃത്തിയിട്ടവനാണ്. നമുക്ക് നമ്മളെ കുറിച്ച് നമ്മളെ മോശം കാര്യങ്ങൾ സംസാരിക്കാനോ പറയാനോ താല്പര്യമില്ല. പക്ഷെ ഇവിടെ പോകുമ്പോൾ എന്താ കാര്യം അറിയാം, നമ്മുടെ പിന്നിലേക്കുള്ളതും ആളുകൾ കാണുന്നുണ്ട്, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്, നമ്മൾ മുന്നിലേക്ക് ചെയ്യാൻ പോകുന്നതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മൂന്നും കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങളുടെ ബേസിക് ക്യാരക്ടറെ പുറത്തു വരും.